നൂർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എളുപ്പത്തിൽ തന്നെ പഴം കൊണ്ട് എങ്ങനെ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് മാവ് റെഡിയാക്കി പൊരിച്ചെടുക്കാവുന്ന എളുപ്പത്തിലുള്ള നല്ലൊരു പലഹാരമാണ് ഇത്. പഴുത്ത് കറുത്ത് പോയ പഴം ഇനി കളയണ്ട. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കാം. കറുത്ത പഴം തന്നെ വേണമെന്നില്ല, ഏത് പഴം കൊണ്ടും ഇതുണ്ടാക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുകയുള്ളൂ. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. എൻ്റേത് നല്ല പഴുത്ത് കറുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ പഴുത്ത് പോയ പഴം എടുത്താലും കുഴപ്പമില്ല, നോർമലായിട്ട് പഴുപ്പായിട്ടുള്ള പഴം എടുത്താലും കുഴപ്പമില്ല. 2 നേന്ത്രപ്പഴവും ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഈ പഴത്തിൻ്റെ ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കാം. ആ ഓയിൽ എന്നങ്ങ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ഈസിയാണ് കേട്ടോ. പഴം വേണമെങ്കിൽ കൈകൊണ്ട് ഉടച്ചാലും മതി കേട്ടോ. മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് നന്നായി ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടാലും കുഴപ്പമില്ല. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ പഴം ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് അപ്പക്കാരമൊന്നും ചേർക്കുന്നില്ല, അതിനാണ് മുട്ട ചേർത്തിട്ടുള്ളത്. ഇനി അപ്പക്കാരം ചേർക്കുന്നുണ്ടെങ്കിലും മുട്ട ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേണ്ടവർക്ക് അപ്പക്കാരം ഒരു പിഞ്ചങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായി പൊങ്ങി വരും. അപ്പക്കാരം ചേർക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഈ തേങ്ങയും മുട്ടയും പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതും നന്നായി മിക്സ് ചെയ്തെടുത്താൽ ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയോ മൈദയോ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തത്. ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത്. ഒരു ഗ്ലാസ് മൈദ എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് അരിപ്പൊടിയും വേണം. 1/2 ഗ്ലാസ് നിറയെ വേണ്ട, ഒരു 1/4 ഗ്ലാസ്സിന് മീതെയായിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ അത്. ഇനി ഇത് ഒരുമിച്ച് ഇട്ടങ്ങ് ഇളക്കരുത്. നമുക്കിത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കണേ. ഇത് നല്ല ടൈറ്റായിട്ട് തോന്നും, അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല. നമ്മളിതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അച്ച് ശർക്കര ഒന്നങ്ങ് കനിച്ചെടുത്തതാണ്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കനിച്ച് അരിച്ച് മാറ്റി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഒഴിച്ചതാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കാം, ഇല്ല എങ്കിൽ പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്കൊന്ന് ഇത് കലക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വീഡിയോയിൽ എല്ലാം ഒന്നങ്ങ് വിശദമായിട്ട് പറയണമല്ലോ, അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കുമ്പോൾ എണ്ണ ചൂടാകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഒന്നിങ്ങനെ കലക്കിയെടുത്ത ഈ മാവിലേക്ക് നമ്മളിനി കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കരിഞ്ജീരകം ചേർത്താൽ. ഇനി ഇതിലേക്ക് 2 ഏലക്കായ കൂടെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അണ്ടിക്കണ്ണാണ് ചേർത്തെടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി തേങ്ങയും അണ്ടിക്കണ്ണും ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ. പ്ലെയിനായിട്ടും ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിലൊന്നും ഒട്ടും കുറവ് വരില്ല. ഒരു കായപ്പം തിന്നുന്ന ഒരു ഫീലോട് കൂടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഒരു പൊക്കുവടൻ്റെ ഒക്കെ ഒരു മാവിൻ്റെ ആ ഒരു പരുവത്തിൽ കുറച്ചൊന്ന് അയഞ്ഞിരിക്കുന്ന മാവാണ്. ഇനി ഞാൻ മുന്നേ തന്നെ എണ്ണ ചൂടാവാൻ വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാണല്ലോ നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് ഇട്ടിരിക്കുക. അപ്പോൾ ആ ഹൈ ഫ്ലെയിമിൽ നിന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ മാവ് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ. ഇല്ല എങ്കിൽ മീഡിയം ഫ്ലെയിമിലില്ല എങ്കിൽ ഇത് പഴത്തിൻ്റെ സ്നാക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പുറമെ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടും ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് കൂടുതൽ എയിം കൈകൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ സ്പൂണ് മാറ്റി വെച്ച് കൈകൊണ്ടാണ് കേട്ടോ പിന്നീട് പൊരിച്ചെടുത്തത്. പിന്നെ ഈ ഒരു മാവ് എങ്ങനെ നിങ്ങൾ കൈകൊണ്ട് എണ്ണയിലേക്ക് ഇടുന്നതെന്ന് അറിയാത്തവരുണ്ടാകും. അപ്പോൾ കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ എണ്ണയിലേക്ക് വീണോളും. അപ്പോൾ ഇടുന്ന സമയത്ത് ഒന്ന് താഴ്ത്തി ഇട്ട് കൊടുത്താൽ മതി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലിയർ ആക്കുന്നത്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളർ ആയതിനു ശേഷം കോരി മാറ്റിയിട്ടുണ്ട്.
ഇങ്ങനെ ഓരോന്നും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു 2 പഴം വെച്ചിട്ട് മാവ് തയ്യാറാക്കിയിട്ട് തന്നെ പ്ലേറ്റ് നിറയെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സ്നാക്കിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ പഴം പഴുത്തതുണ്ടായപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഒരു കായപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. എല്ലാവരുടെ വീട്ടിലും മിക്കവാറും പഴം കറുത്ത് പോവാറായിരിക്കും അല്ലേ. അപ്പോൾ നല്ല പഴം വെച്ചിട്ടും ഉണ്ടാക്കാം, കറുത്ത് പഴുത്ത് പോയിട്ടുള്ള പഴം വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ചായ തിളക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ കായപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. കഴിക്കാൻ അതേ ഒരു ടേസ്റ്റായി. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കാൻ മറക്കണ്ട. നിങ്ങൾ തരുന്ന ലൈക്കും സപ്പോർട്ടുമാണ് ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും കൂടെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പലഹാരം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റിനും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള റെസിപ്പികളൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. തീർച്ചയായും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പികളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എന്നാൽ ശരി, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.